എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറക്കമൊക്കെ എണീറ്റു, നല്ല മടിയുണ്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തേരാപ്പാര എന്നാണ് ആ സീരീസിന്റെ പേര്. പക്ഷെ നോർമലി നിങ്ങൾ കണ്ടുവന്നിരിക്കുന്ന തേരാപ്പാരയല്ല, നമ്മുടെ ഫിലിം സ്റ്റാർസിന്റെ വീട്ടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ പരമായിട്ടുള്ള തേരാപ്പാരയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബാഗ്, പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ബാഗ് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇയർപോഡ്, ബാറ്ററി കാര്യങ്ങൾ, ചെസ്റ്റ് മൗണ്ട്, അതുപോലെ തന്നെ 2 ജോഡി ഡ്രസ്സ്, ഹൈഡ്രേഷൻ പാക്ക് കാര്യങ്ങളെല്ലാം. ഡ്രസ്സ് മാറണം, ഇനി പോകണം. നമ്മുടെ യാത്രകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പോളിയൂട്ടനായിട്ട് ഒരു അർബൻ ഫ്രീ റൈഡ് ആണ്, പ്ലസ് മൗണ്ടൻ ബൈക്കിങ്, എക്സ്പ്ലോറിങ് ദി അൺഎക്സ്പ്ലോർഡ് പ്ലേസസ്. അങ്ങനെയാണ് ഞാനിത് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് അറിയിക്കണം. ഞാനൊരു തീം പറഞ്ഞതാണ്. ഇവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ് പോകുന്നത്. കൊച്ചി ആദ്യം എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഓൾ കേരള ആണ് പ്ലാൻ ചെയ്യണത്. ഓൾ കേരള ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അർബൻ ഫ്രീ റൈഡും അതുപോലെ തന്നെ മാക്സിമം ട്രയൽസും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യണതിനെ കുറിച്ച്. സോ നമ്മുടെ പോളിയൂട്ടനായിട്ട് നമുക്ക് ഓൾ കേരള ഒന്നുകൂടി അടിച്ചു പൊളിച്ചിട്ട് വരാം. ഉറക്കപ്പിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ്. സോ എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ ഒറ്റ സ്പോൺസേഴ്സും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സൈക്കിള് ടോഡിൻ്റെ ആണ്, ഇത് ഇന്ന സാധനമാണ്, ഒരു സാധനം ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികളെല്ലാം ചിലപ്പോൾ കാണും. സോ സപ്പോർട്ട് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്. നമുക്ക് പൊളിക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ആദ്യമേ തന്നെ നമ്മൾ അതിർത്തി കടന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, പാലിയേക്കര ടോള് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ റൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നേരെ എറണാകുളം സൈഡിലേക്കാണ് ഞാൻ പോണേ കേട്ടോ. ഫസ്റ്റ് നമ്മളെ ഇത് വരണത് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. 1, 2, 3, 4 കട്ട് ചെയ്ത് കയറാട്ടോ നമുക്ക്. ഗൈസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. വേറെ ആർക്കും ചെയ്യാൻ പാടില്ല, ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മളെന്നും ചെയ്യുന്നവരാരും ഇതുണ്ട്. സോ നിങ്ങൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പണി പാളും. സോ ആരും ട്രൈ ചെയ്യരുത് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. സോ ഡു ഇറ്റ് ഓൺ യുവർ റിസ്ക്. നമുക്ക് ഹൈവേന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഈ റൂട്ട് നമുക്ക് പോയിട്ട് ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. ഗൈസ്, എനിക്ക് ഈ പള്ളിയുടെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. പക്ഷെ നല്ല കിടിലൻ പള്ളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പള്ളിയാട്ടോ. ഇവിടെ ഇത്രയും വരുന്ന ആൾക്കാർ വരുന്ന പള്ളിയാണെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്. ഇവിടെ കുർബാന നടക്കാട്ടാ. സൈലൻ്റ് ആയിരുന്നോളൂ. എടാ, ഈ പള്ളിയുടെ പേരെന്തായിരുന്നു? പള്ളിയുടെ പേരെന്താ? കോഴ ഏതാ? ക്രൈസ്റ്റ് കിങ് മൊണാസ്ട്രി ട്ടാ. നമ്മൾ പണ്ടൊരു വട്ടം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. സോ ഇപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോട്ടോ. ഞാനും ഇവിടെ ഇത്രയും വരുന്ന ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എന്തോരം ആൾക്കാരിവിടെ. എൻ്റെ മോനെ കിടലം പള്ളി കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. 1, 2, 3. പാമ്പ് എൻ്റെ പൊന്നേ. പാമ്പന്റെ ബോധം പോയിട്ട് എൻ്റെ പൊന്നേ. എനിക്ക് പാമ്പുകളെ പേടിയാ. പള്ളിയില് ആ സൗണ്ട് കേട്ടിട്ടാന്നോണ്ട് കേട്ടാ. എന്റെ നല്ല ജീവൻ പോയി. ഗൈസ്, മഴക്കാലാണ്, പണിയാട്ടോ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം ഇത്. ഓ, ആ ടയറിൻ്റെ ഉള്ളിൽ കയറി പോയാനത് ഓപ്പോസിറ്റ് ഡയറക്ഷനായി എവിടുന്നോ വന്നതിന് പിടിയില്ല കേട്ടോ.
ആ സ്റ്റെപ്പിന്റെ സൈഡിലൊക്കെ എടുക്കണതുകൊണ്ട് ആരും ഇത് നോക്കിയിട്ടാ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ പാസ് ചെയ്യണമെങ്കിൽ ടയറിന്റെ ഉള്ളിൽ കയറി പോയാലേ. ഭാഗ്യത്തിന് കയറിയില്ല ഇഷ്ടോ, ഞാൻ കണ്ടില്ല. ഞാൻ ഒരു സാധനം സൈഡിൽ കൂടെ പടപടാന്ന് പോണു, പൊട്ടപ്പെടാന്ന് പോണു. ഷോ എന്റെ നല്ല ജീവൻ പോയത്. നമുക്ക് നേരെ തിരിച്ച് ഹൈവേയിലേക്ക് തന്നെ കയറാട്ടാ. ഗൈസ് ഇങ്ങനെ ആദ്യമായിട്ടാ ഞാൻ കാണണം കേട്ടോ, ഇങ്ങനെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം അവിടെ? എന്ത് കംപ്ലൈന്റ്? ആ ഓക്കെ. ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ഇങ്ങനെ കിടക്കണത് കാണണം കേട്ടോ. കാറ് പോവില്ല, സൈക്കിള് പൊക്കി പിടിച്ച് കയറ്റി വിടാൻ തോന്നുന്നു കേട്ടോ. എന്താ സംഭവം അറിയാൻ പാടില്ല. വണ്ടികളെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ ട്രെയിൻ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. റെയിൽവേ പാളം ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. ഇതാ ട്രെയിൻ അറ്റത്ത് കിടക്കുന്നുണ്ട്. ട്രെയിൻ അവിടെ അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എല്ലാം കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആലുവ എത്തി. നമുക്ക് ആദ്യം ആലുവ മണപ്പുറം ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നൊരു അമ്പലമില്ലേ കഴിച്ചു ഇവിടെ, അവിടേക്കൊന്ന് പോവാട്ടാ. അതെന്താ സംഭവം അവിടെ എന്തായെന്ന് നോക്കി നോക്കാം. ഞാൻ അന്നൊരു വട്ടം വന്നിട്ട് ഫുള്ള് വെള്ളപ്പൊക്കത്തിൽ മുങ്ങി കിടക്കുമായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ അതൊന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മെട്രോയിൽ കയറാം. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടുന്ന് മാപ്പ് ഇടേണ്ടി വരും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിൽ അങ്ങോട്ടാണ് ഇത് വരണത്. നമുക്കതൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഏത് വഴിയാ കയറാന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയല്ല, അപ്പുറത്ത് ഏതോ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് കയറി പോകേണ്ടത്. ഇതല്ല ആലുവ പാർക്ക്, മുനിസിപ്പൽ പാർക്കോ? ഇത് മുനിസിപ്പൽ പാർക്ക്. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടോ? നോ എൻട്രി ആണല്ലോ. പേ ആൻഡ് പാർക്ക്, നോ എൻട്രി. ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ടോ അവിടെ? എനിക്കറിയില്ലായിരുന്നു. മുനിസിപ്പൽ പാർക്ക് കേട്ടോ. ഇത് മുനിസിപ്പൽ പാർക്കിൻ്റെ പ്രിമൈസസ് ആണെന്നുകൊണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള വഴി എനിക്കറിയില്ല. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനൊരു പാർക്ക് ഉണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇവിടുത്തുകാരൻ നെഹി ഹേ, ഞാൻ ഇവിടുത്തുകാരനല്ല കേട്ടാ. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ അറിയായിരുന്നു. അടുത്ത ലെഫ്റ്റ് ആട്ടോ. അതെ, ഇത് തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇവിടേക്ക് ഞാൻ നേരത്തെ വരണം എന്ന് പറയുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഒരു അമ്പലമുണ്ട്. ചില ആവശ്യമുള്ള സാധനങ്ങൾ വായയുടെ തുമ്പത്തുണ്ടാവും, പറയാൻ കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പോവോ? യെസ്, പോയി. ഇതന്നെ കേട്ടോ. പറയാ ചേട്ടാ, കൈ നോക്കാനോ? ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ്. വേണ്ട ചേട്ടാ. ഫോട്ടോ 25 സോഫ്റ്റ് കോപ്പി. ഇവിടെ അന്ന് ഞാൻ പോയ സമയത്ത് വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. നോക്കിയേ, കാട്ടിത്തരാം. ഈ ഭാഗം ഈ ഭാഗത്ത് ഫുള്ള് ഇതായിരുന്നു, വെള്ളമായിരുന്നു കേട്ടോ. ഇവിടെ ഇത് സ്റ്റെപ്പാണോ? അല്ല, സ്റ്റെപ്പല്ല ഗൈസ്. അവിടെ ഗൈസ് നമ്മളിപ്പോൾ ഒരു എൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എൻഡിൽ വന്നിട്ടാണ് ഇവിടെ നിൽക്കണത്. അവിടെ ആ അറ്റത്തൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ചാടി ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ബും. അതോടുകൂടി ഏകദേശം വിഷമങ്ങളെല്ലാം മാറും. ഇതാണ് ആ പാലട്ടാ, ആലുവ മണപ്പുറം ഓം നമ ശിവായ. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു, വെള്ളം കുറഞ്ഞിട്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം.
നമ്മൾ ഈ വഴിയാണ് നടന്ന് വന്നത്. അതിന് ശേഷം ഇത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ദ്വാരക ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ പായലാണ്, ചാടണ്ട. അവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ. നമുക്ക് ഈ വഴിയാണ് തിരിച്ച് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൽ കൂടെ നീന്തി കിടക്കേണ്ടി വരും. ഗൈസ് ഇതാണ് കേട്ടോ ആലുവ ശിവക്ഷേത്രം. ഇതിലാണ് ഈ സാധനമാണ് ഫുള്ള് മുങ്ങി പോണത് കേട്ടോ. ഈ ഭാഗം ഫുള്ള് മുങ്ങിപ്പോവും. ഈ ഓം നമ ശിവായ എന്ന് അവിടെ കണ്ടോ നിങ്ങൾ? ആ സാധനം വരെ വെള്ളം കയറും കേട്ടോ. എൻ്റെ ദൈവമേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എനിക്ക് കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മുന്നത്തെ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ എന്താ ഞാൻ പറഞ്ഞതെന്ന്. കഴിഞ്ഞ വട്ടം വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് ചാടി പോയാലോന്നുണ്ട്. അവിടെ സ്റ്റെപ്പ് നോക്കി നോക്കണം കേട്ടോ എന്താ അവസ്ഥ എന്ന്. ഇവിടെ എന്നിട്ടുള്ളത് ഇവിടെ ആടിനെ കെട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും കാണില്ലേ ദൈവമേ. ഇത് ഏത് വഴിയാണ് പോവാന്ന് എനിക്കറിയില്ല. അറിയാത്ത വഴി പോയി നോക്കുന്നതാണല്ലോ മെയിനായിട്ടും നമ്മളിത് വരണത്. സോ ലെറ്റ്സ് സീ. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം മുങ്ങിപ്പോണ സ്ഥലം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടേക്കൊന്നും മഴക്കാലത്ത് വരാൻ പറ്റില്ല. ഇപ്പം തന്നെ നല്ല മഴക്കാരുണ്ട്. നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാട്ടോ. കയറൊന്നും ഇല്ലല്ലോ അല്ലേ? കയറുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. പ്രാവുകളുണ്ടല്ലോ കുറേ. നമുക്ക് ഇതിൽ കൂടെ പോയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാട്ടോ. ആ ചേട്ടൻ പറഞ്ഞു ശരിയാ, മഴ വരണേക്കാട്ടും മുന്നേ നമുക്ക് കയറി പോവാട്ടോ. അല്ലെങ്കിൽ നോക്കി പ്രാവിനെ നോക്കി നല്ല ഭംഗിയുണ്ട്. ഇത് ഫുള്ള് അമ്പലത്തിൻ്റെ ഏരിയ കേട്ടാ. പക്ഷെ അവിടെ ഓട്ടർഷ ഇതൊക്കെ എടുക്കുന്നുണ്ട്. തീരെ വൃത്തിയില്ല സുഹൃത്തുക്കളെ. ഉള്ളത് പോലെ പറയണല്ലോ, വൃത്തി ലേശം കുറവാണ് കേട്ടോ. പിന്നെ വെള്ളം കയറിപ്പോയി അതും ഉണ്ടാവും. സ്റ്റിൽ ഇതിൽ കൂടെ കയറിപ്പോവാ സുഹൃത്തുക്കളെ. നമുക്ക് ഇതിൽ കൂടെ ഇത് ഏത് വഴിയാണ് ചെന്നെത്താന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഈ ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ലെറ്റ്സ് ഗോ. കേൾക്കാണ്ടോ അവിടെ ചെണ്ടമേളം പഠിപ്പിക്കണമെന്നുണ്ട്. കാർത്തിക് സൂര്യയുടെ ഒരു സാധനത്തിൽ വ്ളോഗിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെണ്ട പഠിക്കാൻ വേണ്ടി ഒരു മരത്തുമ്മ കൊട്ടി പഠിക്കണത്. അതവർ ചെയ്തുകൊണ്ടിരിക്കണവരവിടെ. ഇതാണ് സ്ഥലം വരുന്നത് സുഹൃത്തുക്കളെ, ആലുവ മഹാദേവർ ക്ഷേത്രം. മഹാദേവറാണോ? ആലുവ മഹാദേവർ കേട്ടോ. അതെന്താ അങ്ങനെ പറയണമെന്ന് എനിക്കില്ല. മഹാദേവ ദേവൻ ദേവർ അറിയില്ല. നല്ല മഴ വരുന്നുണ്ട്. നമ്മുടെ സിഗ്നലിൻ്റെ അവിടേക്ക് വന്ന് കയറാട്ടത്. ഇപ്പോഴെനിക്ക് മനസ്സിലായ ഈ വഴിയാ പോവാ. അതേ നമ്മുടെ പാലം ഫെഡറൽ ബാങ്ക് ജംഗ്ഷൻ. നമ്മൾ ആ വഴിയൊക്കെ ഇറങ്ങിപ്പോയത് കേട്ടോ. ഇപ്പം മനസ്സിലായി. എനിക്കറിയണ്ടായിരുന്നില്ല ഇത്ര നാൾ ആ വഴി എങ്ങനെ പോവാന്ന് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒറ്റ വഴിയുള്ളൂന്ന്. ആ വെള്ളത്തിൽ കൂടെ പോകണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു എൻ്റെ. ഇപ്പുറത്തിൽ കൂടെ വഴിയുണ്ട് കേട്ടോ. ഇതാ ഈ വഴിയാണ് നമ്മൾ പോയത്. ഇനിയും കറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയത്ത് കുടുങ്ങും കേട്ടോ. നമുക്ക് ഫെഡറൽ ബാങ്ക് ഇതിലേക്ക് കയറാം, മെട്രോയിലേക്ക് കയറാം കേട്ടോ. അല്ലെങ്കിൽ മഴയത്ത് കുടുങ്ങും ഉറപ്പാ. വൈറ്റിലയിൽ നല്ല മഴയാണ്. വൈറ്റിലയിലുള്ള ഒരാൾ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല മഴയാന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്ത് കയറി പോവാട്ടോ. ലിഫ്റ്റ് കയറി പോവാൻ സുഹൃത്തുക്കളെ. അവർ കയറട്ടെ കേട്ടോ. അടുത്ത ബാച്ചിൽ പോവാം. നമ്മൾ സൈക്കിളുമായി കയറിയിട്ടുണ്ട് കേട്ടോ മേലോട്ട് പോവാൻ. സൈക്കിൾ കൊണ്ടുപോകാനാ? ഞെക്കാൻ ആരും ഉണ്ടാവില്ല. ഞെക്കാൻ നമ്മൾ തന്നെ ഞെക്കണം.
ഗൈസ് മെട്രോയിൽ കയറിയപ്പോൾ കണ്ടിട്ടുള്ളൊരു സംഭവം കേട്ടോ, നമ്മുടെ വെൻഡിങ് മെഷീൻ. ഗൈസ് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻ. ഇതിൽ ഞാനൊരു ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലേസ് ദ ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലേസ് ദ ഓർഡർ, ക്യാഷ് കൊടുക്കട്ടെ. ഓക്കെ, പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊരു സാധനം വീണില്ലേ ഇപ്പോൾ? പുഷ്. തണുത്ത സാധനം കിട്ടിയിട്ടാ, തണുത്ത സാധനം കിട്ടി. മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. പക്ഷെ അത് വീഴേണ്ടത് കിട്ടിയില്ല കേട്ടോ, വീഴേണ്ടത് കിട്ടിയില്ല. പക്ഷെ സാധനം അതിൻ്റെ അടിയിലേക്ക് വീണിട്ടുണ്ട്. സൈഡിലൊരു ഒറ്റ ചവിട്ട് എടുത്ത് ചിലപ്പോൾ മറ്റു സിനിമയിലൊക്കെ കാണുന്ന പോലെ വീഴാവില്ല കേട്ടോ. അങ്ങനെ വീഴില്ല, കിട്ടിയിട്ടുണ്ട് കൂടിയാ. കാരണം ഇതിപ്പോൾ എവിടെ വയ്ക്കും, കളയാനൊരു സ്ഥലമില്ല കേട്ടോ. അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ ഇതുകളൊന്നുമില്ല. ഒറ്റ സ്ഥലത്ത് ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കി ഒരിക്കലും ഇല്ല കേട്ടോ, വേസ്റ്റ് ഇടാനൊന്നുമില്ല. ഗൈസ് 50 രൂപയ്ക്ക് ടിക്കറ്റ് ഞാൻ കലൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. കലൂർ എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കൊണ്ടുപോകണം. സൈക്കിൾ കൊണ്ടുപോയിട്ട് അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്ക് അങ്ങോട്ട് സൈക്കിൾ കൊണ്ടുപോകണ്ട, നമുക്ക് ഇവിടേക്ക് കൊണ്ട് വയ്ക്കണം കേട്ടോ സൈക്കിൾ. നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഞാൻ കാട്ടിത്തരാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സൈക്കിൾ ഇപ്പോൾ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് മെട്രോയിൽ കയറാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതോ ടിക്കറ്റ് എടുത്തു, സൈക്കിൾ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ ആ ഡോറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പുറത്തേക്കോടെയാണ് സെക്യൂരിറ്റി ചെക്ക് ഉള്ളത് കേട്ടോ. അതാണ് സെക്യൂരിറ്റി ചെക്ക്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയി കിടക്കണം. സൈക്കിൾ എന്നിട്ട് അപ്പുറത്തേക്കൂടെ ചെന്ന് എടുക്കുക കേട്ടോ. കേട്ടോ, ഈ കാർഡ് ഇവിടെ വെച്ചാൽ ഇത് തുറക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈക്കിൾ തുറന്നു വിടും കേട്ടോ. പറയാൻ വരായിരുന്നു. ആ ചേച്ചി പറഞ്ഞത് നീ അനങ്ങി വരണത് കണ്ടപ്പോൾ എപ്പോഴാണ് ഇനിയിപ്പോൾ ഇത് സ്ലിപ്പ് വരയ്ക്കാൻ വേണ്ടി വരാമെന്ന് എനിക്ക് സംശയമായിരുന്നു തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കണ കാരണം പയ്യെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. സോ നമ്മൾ രണ്ടാമത്തെ ലിഫ്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ലിഫ്റ്റ് കയറി ഇനി നേരെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോണത്. നേരെ പ്ലാറ്റ്ഫോമിൽ പോകട്ടോ നമുക്ക്. നമ്മളങ്ങനെ മെട്രോയിൽ നിന്നും ഇറങ്ങി സുഹൃത്തുക്കളെ. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഈ സാധനം ചെയ്യണമെന്നുണ്ട്, പക്ഷേ വേണ്ട, ആൾക്കാരുണ്ട് കേട്ടോ, നിറച്ച ആൾക്കാരാ. ഇറങ്ങുമ്പോഴും സെയിം ഇതിൽ കൂടെ തന്നെ കേട്ടോ ഇറങ്ങണ്ടേ. ക്ലോസ് ചെയ്യണോ? ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. അന്ന് ഫസ്റ്റ് ജമ്പ്, സെക്കൻഡ് ജമ്പ്, തേർഡ് ജമ്പ്. കിട്ടുന്ന സാധനമായിരുന്നു, പക്ഷേ വേണ്ട. നമുക്ക് നേരെ വീട്ടിൽ പോകാൻ സുഹൃത്തുക്കളെ. വഴിയിലാണോടാ വണ്ടി പാർക്ക് ചെയ്യണേ? മാറ്റി നിർത്തണ. റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തൊരു പരിപാടി ഗൈസ്? എംറ്റോ ഇൻ ദ ഹൗസ്. നീ കാല് ഷേവ് ചെയ്താ? മസിൽസൊക്കെ ഇങ്ങനെ തിളച്ച് കാണുന്നുണ്ട്. എനിക്കും ചെയ്യണം, പക്ഷെ എന്നെ കൂട്ടുകാരന്മാർ വേറെ വല്ലതും വിളിക്കും. നീ ഇത് ട്രിം ചെയ്തതാ ഗൈസ്? പ്രൊഫഷണൽ സാധനങ്ങൾ ആണ് ഇതൊക്കെ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കാതിരിക്കോ. നീ എന്താ കാലത്ത് വിളിച്ചിട്ട് എടുത്തില്ല? എവിടെയായിരുന്നു? ഓക്കെ. അങ്ങനെ ഫസ്റ്റത്തെ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഹോസ്റ്റ് എറണാകുളത്തെ ഇവനാണ്, മിസ്റ്റർ ആംറ്റോ ആണ് ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റ് കേട്ടോ. ഇനി ഇവനെ കൂട്ടിയിട്ടായിരിക്കും എറണാകുളം ഫുള്ള് കറങ്ങണത്. പുതിയ പരിപാടിയാണ്. നല്ല നല്ല സ്പോട്ടുകൾ നീയാണ് കണ്ടുപിടിച്ച് തരുന്നത് കേട്ടോ. തപ്പി ഇറങ്ങാം ഗൈസ്. കുറച്ച് പ്ലാനുകളുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട്. അവൻ്റെ ട്രക്ക് എടുത്തിട്ട് പ്ലാനുകളുണ്ട്. എന്തായാലും കിടിലൻ വ്ളോഗായിട്ട് നമ്മൾ എപ്പിസോഡ് 2 അല്ലെങ്കിൽ അടുത്ത വീഡിയോ നാളെ 6 മണിക്ക് വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ.